ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കുംഭമാസം ആരംഭിക്കുന്നു. കുന്നോളം പൊന്നും പണവും ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും. അതായത് ആഡംബര ജീവിതമാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ജീവിതത്തിലുടനീളം ഇനി രാജയോഗമാണ് നിങ്ങൾക്കിനി വന്നു ചേരുക. മേടത്തിൽ ആരംഭിച്ച് മീനത്തിൽ അവസാനിക്കുന്ന 12 രാശികളിൽ 11ാമത്തെ രാശിയാണ് കുംഭം രാശി. എന്നാൽ കൊല്ലവർഷം ചിങ്ങമാസം മുതൽ കണക്കാക്കുകയാൽ 7ാം മാസമായി വരും കുംഭമാസം. മകരം 30-ന്, അതായത് ജനുവരി 12-ന് രാത്രി 10 മണി അടുപ്പിച്ചാണ് കുംഭസംക്രമം വരുന്നത്. സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിൽ പ്രവേശിക്കുന്നത് അപ്പോഴാണ്. പിറ്റേ പകൽ കുംഭമാസം 1-ാം തീയതിയായി പരിഗണിക്കുന്നു. 2025 ഫെബ്രുവരി 13-ന് വ്യാഴാഴ്ചയാണ്, അതായത് 1200 കുംഭം 1-ാം തീയതി വരുന്നത്. തുടർന്ന് സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുന്നതുവരെയുള്ള കാലഘട്ടം കുംഭമാസമായി നാം പരിഗണിക്കുന്നു. കുംഭമാസം 30 തീയതികളുണ്ട്, അതായത് ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെ. കുംഭം 7-ാം തീയതി വരെ അവിട്ടം ഞാറ്റുവേലയും 20-ാം തീയതി വരെ ചതയം ഞാറ്റുവേലയും തുടർന്ന് പൂരുരുട്ടാതി ഞാറ്റുവേലയും ഭവിക്കുന്നു. സൂര്യൻ ഏതേതു നക്ഷത്ര മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുന്നു എന്നതാണ് ഞാറ്റുവേല എന്നതിൻ്റെ അർത്ഥം. മാസാരംഭത്തിൽ ചന്ദ്രൻ കറുത്ത പക്ഷത്തിലാണ്. കുംഭമാസം 15-ന് കറുത്ത വാവ് അഥവാ അമാവാസി വരുന്നു. കുംഭം 29-30-ന് വെളുത്ത വാവ് അഥവാ പൗർണമി. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതി നക്ഷത്രത്തിലാണ്. കുംഭം 12 ഉദയത്തിന് ശനിയുടെ മൗഢ്യം തുടങ്ങുന്നു. സൂര്യനുമായി 15 ഡിഗ്രി സമീപത്തെത്തുമ്പോൾ ശനിക്ക് മൗഢ്യം എന്ന അവസ്ഥ വന്നു ചേരും. ശനിയുടെ പ്രഭാവം നിസ്തേജമാകുന്ന അവസ്ഥയാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇതുണ്ടാകുക. മീനം 16 വരെ ശനിയുടെ മൗഢ്യം തുടരും. വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലാണ്. ശുക്രൻ ഉച്ചരാശിയായ മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ചൊവ്വ മിഥുനം രാശിയിൽ പുണർദം നക്ഷത്രത്തിലാണ്. കുംഭം 15 വരെ വക്രഗതിയിലും തുടർന്ന് നേർഗതിയിലും സഞ്ചരിക്കുന്നു. ബുധൻ മാസാദ്യത്തിൽ കുംഭം രാശിയിലാണ്. കുംഭം 16-ന് മീനം രാശിയിലേക്ക് മാറും. മീനം രാശി ബുധന്റെ നീചരാശിയാണ്. കുംഭം 2 വരെ അവിട്ടത്തിലും തുടർന്ന് കുംഭം 10 വരെ ചതയത്തിലും തുടർന്ന് 17 വരെ പൂരുരുട്ടാതിയിലും തുടർന്ന് ഉത്രട്ടാതിയിലും സഞ്ചരിക്കുന്നു. കുംഭം 12 വരെ ബുധന് ക്രമമൗഢ്യം ഉണ്ടായിരിക്കും. രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ ഉത്രം നക്ഷത്രത്തിലും തുടരുന്നു. രാഹുവും കേതുവും പ്രതിലോമഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ 1200 കുംഭമാസത്തിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ നക്ഷത്രഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. 11-ലെ ഗ്രഹസമൃദ്ധി. ശനി, സൂര്യൻ, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം വളരെയധികം നേട്ടങ്ങൾ അനുഭവത്തിലെത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ കാര്യതടസ്സങ്ങളും കെട്ടുകഥയാകും. പരസ്യ രഹസ്യ ശത്രുക്കളെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ സാധിക്കുന്ന മാസമാണ്. നിലപാടുകൾക്കും നിങ്ങളുടെ നയങ്ങൾക്കും പ്രവർത്തന രംഗത്ത് വലിയ സ്വീകാര്യത വന്നുചേരും. സാമ്പത്തികമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ആശങ്കകളും മാറിക്കിട്ടുന്നതാണ്. ഔദ്യോഗിക രംഗത്തെന്ന പോലെ വ്യാപാര മേഖലയിലും വളരെയധികം ധനനേട്ടവും പുഷ്ടിയും ഉണ്ടാകുന്നതാണ്. ഗാർഹികമായ സ്വൈര്യം എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിണക്കം തീർന്ന് ഭാര്യ പുത്രാദികൾക്കൊപ്പം കഴിയുവാൻ സാധിക്കുന്നതാണ്. വസ്തു വാങ്ങുവാനുള്ള വളരെയധികം സുവർണ അവസരങ്ങളാണ് നിങ്ങൾക്കിനി വന്നു ചേരുക. 12-ാം ഭാവത്തിലെ രാഹു ശുക്രയോഗം നന്നല്ല. അനാവശ്യമായ കാര്യങ്ങളിൽ അല്പം ചെലവ് വന്നു ചേരും. നിങ്ങളുടെ കൂട്ടുകെട്ടുകളുടെ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ട മാസമാണ്. സുഹൃത്തുക്കൾ നിങ്ങളിൽ ദുസ്വാധീനം ചെലുത്തുകയാണോ എന്ന് സ്വയം പരിശോധിക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് ആദിത്യനും ശനിയും 11-ലും വ്യാഴം 2-ലും ചൊവ്വ 3-ാം ഭാവത്തിലും സഞ്ചരിക്കുന്നതിനാൽ
പല നിലയ്ക്കും നിങ്ങൾക്ക് വിജയിക്കുവാനും ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാനും സാധിക്കുന്നതാണ്. തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾക്കിനി മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കും. വന്നു ചേരുന്ന എല്ലാവിധ തടസ്സങ്ങളെയും അനായാസം മറികടക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. പാരമ്പര്യ തൊഴിലിൽ നിന്നും വളരെയധികം ലാഭമുണ്ടാകുന്ന മാസമാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. വ്യവഹാരത്തിലെ അനുകൂലതകൾ വളരെയധികം പ്രതീക്ഷിക്കാം. വിദ്യാഭ്യാസത്തിലും ഗവേഷണത്തിലും ഉറച്ച മനസ്സോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന മാസമാണ്. നിങ്ങൾക്ക് വന്നു ചേരുന്ന നിഗൂഢ ശത്രുക്കളെ പ്രതിരോധിക്കുവാനും സാധിക്കും. 12-ൽ ശുക്രനും രാഹുവും തുടരുന്നത് ആഡംബര ചെലവുകൾക്ക് കാരണമായേക്കും. ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവയെല്ലാം സ്വയം നിയന്ത്രിക്കുന്നത് വളരെയധികം ഗുണകരമാവും. വ്യയം ദുർവ്യയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. കാർത്തിക നക്ഷത്ര ജാതകരുടെ കർമ്മ മേഖലയിൽ വിജയം നേടും. തൊട്ടതെല്ലാം പൊന്നാക്കും. പരാശ്രയം ഒഴിവാക്കി സഹജമായ കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. തൊഴിൽ തേടുന്ന ആളുകൾക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. വ്യാപാര വാണിജ്യ മേഖലകളിൽ നിന്നും വളരെയധികം ആദായം വർദ്ധിക്കുന്നതാണ്. നിക്ഷേപങ്ങൾ സാധ്യമാകും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്കിനി ജനസ്വാധീനം വളരെയധികം വർദ്ധിക്കുന്ന കാലമാണ്. നവസംരംഭങ്ങൾ സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നതാണ്. അതിനുവേണ്ട സർക്കാർ അനുമതി ഒരു രീതിയിലുമുള്ള ക്ലേശങ്ങൾ കൂടാതെ തന്നെ നിങ്ങൾക്ക് കൈവരും. പ്രണയത്തിൽ വിജയം ഭവിക്കുന്നതാണ്. സുഖഭോഗം എന്നിവയും ഫലത്തിൽ പ്രതീക്ഷിക്കാം. ഇടവരാശിക്കാരായ ആളുകൾക്ക് ദേഹക്ലേശത്തിന് ഇടയുണ്ട്. ചൊവ്വ 2-ാം ഭാവത്തിൽ തുടരുന്നതിനാൽ വാക്കുകൾ നിങ്ങൾക്ക് ശത്രുക്കളെ സമ്മാനിക്കും. മേടരാശിക്കാരായ ആളുകൾക്ക് ആഡംബര ചെലവുകൾ കുറയ്ക്കുന്നതും വളരെയധികം ഉത്തമമാണ്. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. 10-ാം ഇടത്തിൽ ശനിക്കൊപ്പം ആദിത്യ ബുധന്മാർ സഞ്ചരിക്കുകയാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. പുരോഗതിക്കുള്ള ആലോചനകളിൽ മുഴുകുവാൻ സാധിക്കും. പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ട ആളുകൾക്ക് ധാരാളം അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. തൊഴിൽ രാഹിത്യം മൂലമുള്ള എല്ലാവിധ വിഷമങ്ങളും അവസാനിക്കും. നിങ്ങളുടെ അർഹതയ്ക്കുപരിയായ തൊഴിൽ ലഭിക്കുവാൻ ഇടയുണ്ട്. ഗവേഷണം പൂർത്തീകരിക്കും. സാങ്കേതിക ജ്ഞാനം കൈവരുന്ന മാസമാണ്. 11-ൽ രാഹു ശുക്രസ്ഥിതി ഭൗതിക നേട്ടങ്ങൾക്ക് കാരണമാകും. പ്രണയബന്ധം വളരെയധികം ദൃഢമാകുന്ന മാസമാണ്. വിവാഹ സാഫല്യം പ്രതീക്ഷിക്കാം. നേർവഴിയിലൂടെയും അല്ലാതെയും വരുമാനം വന്നു ചേരും. വീടിൻ്റെ പണി പൂർത്തിയാക്കി കയറി താമസിക്കുവാൻ സാധിക്കുന്നതാണ്. വില കൂടിയ വസ്തുക്കൾ പാരിതോഷികമായി വന്നു ചേരും. ചൊവ്വ അനിഷ്ടനാകയാൽ വാഹന യന്ത്ര ഉപയോഗത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. മകയിരം നക്ഷത്ര ജാതകരായ ആളുകൾക്ക് സ്വയം തൊഴിലിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ്. ധനപരമായി എല്ലാ രീതിയിലും നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ട മാസമാണ്. നിങ്ങളുടെ കഴിവുകൾ നല്ല കാര്യങ്ങൾക്കാണ് പ്രയോജനപ്പെടുത്തേണ്ടത് എന്ന് ഓർത്തിരിക്കേണ്ടതാണ്. വീട്ടിലെ സാഹചര്യം സമ്മിശ്രമായിരിക്കും. നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ ഐക്യം കുറയുന്നതാണ്. ജോലി തേടുന്ന ആളുകൾക്ക് താൽക്കാലികമായ വരുമാനം വന്നു ചേരും. കൂട്ടു ബിസിനസ്സിൽ സംതൃപ്തി വളരെയധികം കുറയുന്ന മാസമാണ്. വാടക കെട്ടിടം ഒഴിയുവാൻ തീരുമാനിക്കും. കലാപ്രവർത്തനത്തിൽ പുരസ്കാരം പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് അവസരങ്ങൾ നിരന്തരമാകും. വിനോദയാത്രകളിൽ വളരെയധികം സന്തോഷം ലഭിക്കുന്ന മാസമാണ്. സ്ത്രീ സൗഹൃദം ഹൃദയബന്ധമാകും. മുന്തിയ ആഭരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. സഹപ്രവർത്തകരുടെ വാക്കുകൾ അല്പം വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. വാഹനം വാങ്ങുന്നതിന് അല്പം കൂടി കാത്തിരിക്കേണ്ടതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. സ്ഥിര വരുമാനമുള്ള ജോലിക്കായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങളും ഫലവത്താകും. സ്വന്തമായി വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതെല്ലാം അകന്നു കിട്ടുന്ന മാസമാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹുവിന് ശുക്രയോഗം ഭവിക്കുകയാൽ സൗഹൃദം വളരെയധികം പുഷ്ടിപ്പെടും. മിത്രങ്ങൾ മൂലം വളരെയധികം അവസരങ്ങൾ കരഗതമാവുന്നതാണ്. കടബാധകൾ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും.
അവിവാഹിതരായ ആളുകൾക്ക് മാലയോഗം സിദ്ധിക്കുന്നതാണ്. ദൂരയാത്രകൾ കാക്ഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കാത്തിരിപ്പ് സഫലമാകും. ജന്മത്തിൽ ചൊവ്വയും 4-ൽ കേതുവും സഞ്ചരിക്കുന്നതിനാൽ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം വീണ്ടും നീണ്ടുപോകുന്നതാണ്. സാമ്പത്തികമായ മാനേജ്മെന്റുകളിൽ അമളി പറ്റുവാൻ ഇടയുണ്ട്. ബന്ധുക്കളാൽ ചില സൗര്യക്കേടുകൾ വരുന്നതാണ്. വ്യവഹാരങ്ങൾക്ക് യാതൊരു രീതിയിലും മുതിരരുത്. ജീവകാരുണ്യ പ്രവർത്തനം മനസമാധാനം നൽകുന്നതായിരിക്കും. അടുത്തത് പുണർതം നക്ഷത്രക്കാരാണ്. പുതിയ ജോലി ലഭിക്കുവാൻ ഈശ്വര അനുഗ്രഹത്താൽ ഇടവരും. സ്വയം തൊഴിലിലും ദോഷമില്ലെന്ന സ്ഥിതി ഉണ്ടാകുന്നതാണ്. ഒപ്പമുള്ള ആളുകളെയെല്ലാം നിങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കുവാൻ കഴിയും. നിലവിലെ ജോലിയിൽ പ്രമോഷൻ പ്രതീക്ഷിക്കുമെങ്കിലും അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ വളരെയധികം സംതൃപ്തി ഉണ്ടാകും. പൂർവിക സ്വത്ത് വിൽക്കുവാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ വില ഒത്തുവരാത്തത് മൂലം കച്ചവടം നടക്കുവാൻ ഇടയില്ല. വാടകക്കാരെ ഒഴിപ്പിക്കുവാൻ നിയമവശം തേടുന്നതാണ്. ഉപരിപഠനത്തിന് വ്യക്തത കൈവരും. മത്സരാധിഷ്ഠ കരാറുകളിൽ നിന്നും പിന്മാറുവാനും ഇടവരുന്നതാണ്. മകളോടൊപ്പം അന്യ സംസ്ഥാനത്ത് താമസിക്കേണ്ട കുടുംബ സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. ആത്മീയ കാര്യങ്ങൾ, തീർത്ഥാടനാദികൾ എന്നിവ വിജയിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം കരുതൽ അനിവാര്യമായ മാസമാണ് പുണർതം നക്ഷത്ര ജാതകർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകരായ ആളുകൾക്ക് ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി കൂടുതൽ അധ്വാനം ആവശ്യമായി വരുന്ന സാഹചര്യമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച ജോലിയുടെ നിയമന ഉത്തരവ് നീളുവാൻ ഇടയുണ്ട്. സ്വാശ്രയ വ്യാപാരത്തിലും കരാർ പണികളിലും സാമാന്യമായ ലാഭം വന്നു ചേരുന്നതാണ്. നേർവഴി കൊണ്ട് കാര്യമില്ലെന്നതോർത്ത് വളരെയധികം നിങ്ങൾ നിരാശപ്പെടുന്നതാണ്. ക്ഷമ ആവശ്യമായ കാലഘട്ടമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് കിട്ടുവാനുള്ള സാമ്പത്തികം ഭാഗികമായെങ്കിലും പിരിഞ്ഞു കിട്ടും. പഠിത്തത്തിൽ കൂടുതൽ ഏകാഗ്രത ഉണ്ടാക്കേണ്ട മാസം കൂടിയാണ്. മകളുടെ വിവാഹ കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും. ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് പിതാവിന് അനുകൂലമല്ല. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മാസമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിൽ മനക്ലേശമുണ്ടാക്കും. സ്വന്തക്കാരെ സാമ്പത്തികമായി സഹായിക്കേണ്ട സാഹചര്യം വന്നെത്തുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. വ്യാഴം 11-ാം ഭാവത്തിൽ നേർഗതിയായി തുടരുന്നതിനാൽ സാമ്പത്തികമായ സ്വയം പര്യാപ്തത വന്നു ചേരുന്നതാണ്. ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഒട്ടാകെ പൂർത്തീകരിക്കുവാൻ സാധിക്കും. ആദിത്യൻ 8-ാം ഇടത്തിൽ സഞ്ചരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സഫലമാകുവാൻ വൈകുന്നതിൻ്റെ സൂചനയാണ്. മനസ്സിന് ഉന്മേഷം തരുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുവാൻ സാധിക്കും. പതിവിലും കൂടുതൽ സഞ്ചരിക്കേണ്ടി വരുന്നതാണ്. വീട് വിട്ട് നിൽക്കുന്ന ആളുകൾക്ക് കൂടിച്ചേരാൻ വളരെയധികം വൈകുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് തടസ്സങ്ങളെയെല്ലാം മറികടക്കുവാൻ സാധിക്കും. ഭൂമി വ്യാപാരത്തിൽ മുതൽ മുടക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു രീതിയിലും ഗുണകരമായേക്കില്ല. വ്യവഹാര സാധ്യതകൾ ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ഗുരുജനങ്ങളെ സുഹൃത്തുക്കൾക്കൊപ്പം സന്ദർശിക്കുവാൻ കഴിയുന്നതാണ്. സഹോദര ബന്ധത്തിൽ ദാർഢ്യം കുറയുവാൻ ഇടയുള്ള മാസം കൂടിയാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. 7-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങളും 8-ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങളും 10-ലും 11-ലും ഓരോ ഗ്രഹവും സഞ്ചരിക്കുന്നു. നിരന്തര പരിശ്രമങ്ങളെല്ലാം വിജയത്തിലെത്തുന്നതാണ്. നേട്ടങ്ങൾക്ക് കുറുക്കുവഴിയില്ലെന്ന കാര്യം ഓർമ്മിക്കുക. ഒപ്പമുള്ളവരെ വിമർശിക്കും മുമ്പ് സ്വയം തിരുത്തലുകൾ വരുത്തുവാൻ സന്നദ്ധത ഉണ്ടാവേണ്ടതാണ്. സുഹൃത്തിൽ നിന്നും ആവശ്യപ്പെട്ട സാമ്പത്തിക സഹായം കിട്ടും. കൂട്ടു ബിസിനസ്സിൽ പുനഃചിന്തയുണ്ടാകും. വിപുലീകരണം നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന സമയമാണ്. എന്നാൽ ഇപ്പോൾ തൽസ്ഥിതി തുടരുകയാകും സമുചിതം. വ്യക്തിപരവും ഔദ്യോഗികവുമായ യാത്രകൾ നിരന്തരം ഉണ്ടാകുന്നതാണ്. ഉദ്യമങ്ങൾ ഭാഗികമായി ഫലവത്തായേക്കും. കുടുംബകാര്യത്തിൽ ഒരു രീതിയിലുമുള്ള ശ്രദ്ധ കുറയരുത്. മകന്റെ പഠനത്തിലും കൂട്ടുകെട്ടിലും വളരെയധികം നിരീക്ഷണം ആവശ്യമായ മാസമാണ്. തത്രപ്പാടുകൾക്കിടയിൽ സ്വന്തം മാനസിക ശാരീരിക ആരോഗ്യ പരിപാലനവും പ്രധാനമാണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. ജന്മ നക്ഷത്രത്തിന്റെ അധിപൻ ശുക്രന്റെ ഉച്ചസ്ഥിതിയാൽ വ്യക്തിപ്രഭാവം ഉയരുന്നതാണ്. പ്രവർത്തന മികവ് സമൂഹത്തിൽ സംസാര വിഷയമാകും. ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം നിങ്ങൾക്ക് വളരെ അനായാസേന മറികടക്കുവാൻ സാധിക്കുന്നതാണ്.
പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിയുവാൻ സാധിക്കും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. മുന്തിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ഭൂമി വ്യാപാരം ലാഭം നേടിത്തരുകയും ചെയ്യും. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കുന്ന മാസമാണ്. കൂട്ടുകച്ചവടത്തിൽ നിന്നും വേണ്ടത്ര ആദായം കിട്ടിക്കൊള്ളണമെന്നില്ല. പകരക്കാരെ ചുമതല ഏൽപ്പിക്കേണ്ടി വരുന്നതാണ്. പഠനത്തിനോ തൊഴിലിനോ ദേശയാത്രയ്ക്കു വേണ്ടി കളമൊരുങ്ങും. വീട്ടുകാര്യങ്ങളിൽ താല്പര്യം കുറയുന്നതാണ്. ആരോഗ്യപരമായും ധനപരമായും സർവ്വധനാൽ പ്രധാനമാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന ഊഷരാവസ്ഥയെല്ലാം മാറി മനസ്സ് മുന്നേ പോലെ ഉന്മേഷഭരിതമാകും. സാഹചര്യങ്ങൾ അല്പാൽപമായി നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ്. കാര്യതടസ്സങ്ങൾ ഇനിയൊരു പഴങ്കഥയാകും. ചെറുപ്പക്കാരായ ആളുകൾ സമൂഹത്തോട് ഇണങ്ങുവാൻ സ്വയം തയ്യാറാകുന്ന മാസമാണ്. ബന്ധുക്കളുമായുള്ള സ്വത്ത് തർക്കങ്ങളിൽ പരിഹാരം വന്നു ചേരും. ജോലിയില്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള സാഹചര്യം അനുകൂലമായി ഭവിക്കുന്നതാണ്. നിങ്ങളുടെ പൈതൃക സ്വത്ത് അനുഭവ അവകാശത്തിൽ വരുന്നതാണ്. സുഹൃത്തുക്കൾ പ്രശ്ന പരിഹാരത്തിന് മുന്നിൽ നിൽക്കുന്നതായിരിക്കും. വീട് വിട്ടുപോയ ആളുകൾക്ക് വീണ്ടും ഒത്തുചേരുവാൻ കഴിയുന്നതാണ്. ഉപരിപഠന കാര്യത്തിൽ വ്യക്തത കൈവരും. ദാമ്പത്യത്തിലെ അലോസരങ്ങൾക്ക് അധികം നിലനിൽപ്പുണ്ടായേക്കില്ല. പണമിടപാടിൽ എല്ലാ രീതിയിലും ശ്രദ്ധിക്കേണ്ട മാസം കൂടിയാണ് ഉത്രം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ആദിത്യൻ 6-ലും ഗുരു 9-ലും സഞ്ചരിക്കുന്നതിനാൽ ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്ന മാസമാണ്. തൊഴിൽ രംഗത്ത് വളരെയധികം ഉണർവുണ്ടാകും. പ്രധാന കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ഭാഗ്യപുഷ്ടിയുള്ള കാലമാകിയാൽ കർമ്മത്തിൽ വിജയിക്കുവാൻ കഴിയും. സാമ്പത്തിക ഞെരുക്കങ്ങളെല്ലാം മാറിക്കിട്ടുന്നതാണ്. വിരഹത്തിൻ്റെ കാലഘട്ടം അവസാനിച്ച് കാമുകന്മാർക്ക് ഒത്തൊരുമിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ കർമ്മരംഗത്തെ എല്ലാവിധ പ്രയത്നങ്ങളും സഫലമാകുന്ന കാലമാണ്. വിരോധത്തിലിരുന്ന ആളുകൾ നിങ്ങൾക്ക് അനുകൂലികളാകുന്നതാണ്. സ്വതസിദ്ധമായ കഴിവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന മാസമാണ്. രാഷ്ട്രീയമായും ഗുണകരമായ കാലഘട്ടം തന്നെ. പാരമ്പര്യ സ്വത്തുകളിൽ നിന്നും ആദായം വന്നെത്തും. കബളിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിയുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന മാസമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സാമൂഹ്യ പ്രശ്നങ്ങളിൽ സക്രിയമായ ഇടപെടലുകൾ നടത്തുവാൻ കഴിയും. എതിർപ്പുകളെ തുച്ഛീകരിച്ച് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ആത്മവിശ്വാസം അമിത വിശ്വാസമാകാതിരിക്കുവാൻ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സഹപ്രവർത്തകരുടെ സഹകരണത്തോടെ വലിയ ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന മാസമാണ്. മുതൽ മുടക്കിയ പ്രൊജക്റ്റുകളിൽ നിന്നും വളരെയധികം ധനലാഭം കിട്ടിത്തുടങ്ങും. മക്കളുടെ പഠനകാര്യത്തിലും കൂട്ടുകെട്ട് മുതലായവയിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടിടത്തായി ജോലി ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരിടത്തേക്ക് സ്ഥലം മാറ്റം മാസ അവസാനത്തോടെ വന്നുചേരും. ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്ന മാസമാണ്. മത്സരാധിഷ്ഠമായ കരാറുകളിൽ വിജയം ഉറപ്പാണ്. വീട് പണിക്കായി സാമ്പത്തികം സ്വരൂപിക്കുവാൻ കിണഞ്ഞ് നിങ്ങൾ പരിശ്രമിക്കേണ്ടി വരും. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. സ്വാഭാവികമായ പ്രവർത്തന ശൈലിയും ആർജവും സമൂഹത്തിൻ്റെ അഭിനന്ദനം ഏറ്റുവാങ്ങും. പുതിയ കാര്യങ്ങൾ പഠിച്ചു കൊള്ളാൻ തുടർച്ചയായ ശ്രമം നടത്തുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. പാർട്ട്ണർഷിപ്പ് വ്യാപാരത്തിൽ നിന്നും അല്പലാഭം മാത്രം നിങ്ങൾ ഈ മാസം പ്രതീക്ഷിച്ചാൽ മതി. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ കുറച്ചുകൂടി കാത്തിരിപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. 6-ാം ഇടത്തിലെ ശുക്രൻ സ്ത്രീകളിൽ നിന്നുമുള്ള ശത്രുക്കളെ സമ്മാനിക്കും. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സാ മാറ്റത്താൽ വളരെയധികം ആരോഗ്യത്തിൽ ഗുണം ഭവിക്കുന്നതാണ്. ഭൂമി വ്യാപാരത്തിൽ ആദായമുണ്ടാകുമെങ്കിലും കബളിപ്പിക്കപ്പെടുവാൻ സാധ്യതയുള്ള മാസമാണ്. പ്രണയവിഘ്നം മനക്ലേശം സമ്മാനിക്കും. ദാമ്പത്യത്തിൽ അനുരഞ്ജനത്തിൻ്റെ മാർഗം അനാവശ്യമായി വരികയും ചെയ്യുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവിക ഗതി തുടരുന്നതാണ്. പ്രവർത്തന രംഗത്ത് കയറ്റിറക്കങ്ങൾ ആവർത്തിക്കും. എന്നാൽ മാനസിക ശക്തി ചോരുകയില്ല. നിലവിലെ തൊഴിൽ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജോലി തേടുന്നത് ചിലപ്പോൾ ദോഷകരമാവുന്നതാണ്. ജീവിത പങ്കാളി നടത്തുന്ന ഓൺലൈൻ വ്യാപാരം വളരെയധികം മെച്ചപ്പെടുന്നതാണ്. പൈതൃക സ്വത്ത് മക്കളുടെ വിവാഹത്തിനായി വിൽക്കുവാൻ തീരുമാനിക്കും. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ
അല്പം ക്ലേശിക്കേണ്ടി വരുന്ന മാസമാണ്. കലാകാരന്മാരായ ആളുകൾക്ക് അഞ്ചാം ഭാവത്തിലെ ഉച്ചസ്ഥനായ ശുക്രനാൽ നല്ല അവസരങ്ങൾ ലഭ്യമാകും. ക്ഷേത്ര ഉത്സവാദികളുടെ നടത്തിപ്പിനുള്ള സമയം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. വിദേശത്തുള്ള ബന്ധു അതുമല്ലെങ്കിൽ സുഹൃത്ത് ഇവർ മൂലം ധനപരമായി സഹായിക്കുവാനുള്ള സാധ്യത വന്നുചേരും. ആരോഗ്യ പരിശോധനയിൽ ഒരു രീതിയിലുമുള്ള അലംഭാവം നിങ്ങൾ കാട്ടരുത്. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. ലക്ഷ്യം നേടുവാൻ ആവർത്തിത ശ്രമം ആവശ്യമായി വരുന്ന കാലഘട്ടമാണ്. അധ്വാന ഭാരം ചിലപ്പോൾ മടുപ്പുളവാക്കും. ഔദ്യോഗിക യാത്രകൾ വർദ്ധിക്കും. ദേഹക്ഷീണത്തിന് കാരണമാകുന്നതാണ്. ഏജൻസി, കമ്മീഷൻ, ചെറുകിട വ്യാപാരം എന്നിവ ലാഭകരമാകും. സ്വകാര്യ സ്ഥാപനത്തിലെ ജോലിയിൽ വേതനം വർദ്ധിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിന് സുഹൃത്ത് സഹായം തേടും. ബന്ധുക്കളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധയോടെ വേണം. ദുരാരോപണങ്ങൾ ഉന്നയിക്കപ്പെടാം. വാഹനം മോടി പിടിപ്പിക്കും. നവീനമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പ്രതിമാസ അടവിൽ വാങ്ങുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ വളരെയധികം ഉത്സാഹമുണ്ടാകും. വ്യവഹാരങ്ങൾ കോടതിക്ക് പുറത്ത് രാജിയായേക്കും. മകളുടെ ജോലി സ്ഥലത്ത് താമസിക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. പ്രവർത്തന രംഗത്ത് മികവ് തുടരുന്നതാണ്. കഴിവ് പ്രദർശിപ്പിക്കുവാനുള്ള കൂടുതൽ അവസരങ്ങൾ വന്നുചേരും. സാമൂഹിക മേഖലയിൽ നീതിബോധവും മനുഷ്യപ്പറ്റും കൈവിടില്ല. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനാൽ മേലധികാരിയുടെ വിരോധം നേടിയേക്കും. വ്യാഴം, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഇഷ്ടഭാവ സഞ്ചാരത്താൽ കലാരംഗത്തുള്ള ആളുകൾക്ക് കണ്ണുകളുടെ കഴിവുകൾക്കും അർഹമായ പുരസ്കാരം ലഭിക്കുന്നതാണ്. കുടുംബത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഊർജം പകരുന്നതാണ്. അന്യദേശ പഠന തൊഴിൽ സാധ്യതകൾ വളരെയധികം വർദ്ധിക്കും. സിംപോസിയങ്ങൾ, സമ്മേളനങ്ങൾ ഇവയിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ കൈവരുന്നതാണ്. ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യ ജാഗ്രത വളരെയധികം പുലർത്തേണ്ടതാണ്. വസ്തുവ്യാപാരം കൊണ്ട് നഷ്ടം വരുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. കഴിഞ്ഞ 1-2 മാസങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ടാക്കും. കാര്യസാധ്യത്തിന് വലിയ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ലഘു പ്രയത്നം കൊണ്ട് തന്നെ അർഹമായ നേട്ടങ്ങൾ വരികയും ചെയ്യുന്നതാണ്. എതിർചേരിയിൽ നിന്നവർ പോലും നിങ്ങൾക്ക് സഹായഹസ്തവുമായി വന്നുചേരും. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട പേപ്പറുകൾ, അനുമതി പത്രങ്ങൾ ഇവ കൈവരുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് ബാങ്കിൽ നിന്നും വായ്പ നേടുവാൻ സാധിക്കുന്നതാണ്. സ്വാശ്രയ സ്ഥാപനത്തിലെ എല്ലാവിധ അരിഷ്ടതകളും ഒഴിഞ്ഞ് മുന്നോട്ട് പോകുവാൻ കഴിയും. സംഘടന, സമരസമിതി, ഉത്സവ കമ്മിറ്റി ഇത്യാദികളിൽ പൂർവാധികം ശക്തമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ്. ഗൃഹനിർമ്മാണത്തിന് ധനം സമാഹരിക്കുവാൻ കഴിയും. 7-ാം ഭാവത്തിൽ ചൊവ്വ തുടരുന്നതിനാൽ ദാമ്പത്യത്തിൽ അനൈക്യം കടന്നുവരാം. പരസ്പരം മനസ്സിലാക്കുവാനുള്ള ശ്രമവും വിട്ടുവീഴ്ചകളും പരിഹാര മാർഗങ്ങളായി കരുതാവുന്നതാണ്. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ബഹുവിധ കാര്യങ്ങളുടെ ഏകോപനം ഏറ്റെടുക്കേണ്ടി വരും. അവയ്ക്കായി ധാരാളം സമയവും ഊർജവും ചെലവഴിക്കപ്പെടുന്നതാണ്. ആത്മാർത്ഥത തിരിച്ചറിയപ്പെടുന്ന കാലമാണ്. ഔദ്യോഗികമായ വളർച്ച ഉണ്ടാകുന്ന കാലം എത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം. വ്യാപാരത്തിലെ മുരടിപ്പ് മാറിക്കിട്ടും. നവീകരണ ശ്രമങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിക്കും. സുഹൃത്ത് ബന്ധം വളരെയധികം ആശ്വാസമേകുന്ന കാലമാണ്. വിശിഷ്യ സ്ത്രീ സൗഹൃദം. ഗാർഹികമായ പൊരുത്തക്കേടുകൾ തുടരുമെങ്കിലും അവയോട് പൊരുത്തപ്പെട്ട് മുന്നേറുവാൻ മനസ്സിന് സാധിക്കുന്നതാണ്. രാഷ്ട്രീയ പ്രവർത്തകർ കൂടുതൽ ജനകീയരാകും. ഏത് തൊഴിലിലും ആത്മവിശ്വാസം ഭവിക്കുന്ന കാലമാണ്. മക്കളുടെ ഭാവി കാര്യത്തിൽ നല്ല സൂചനകൾ വന്നെത്തും. ധനപരമായി ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ഞെരുക്കത്തിനും അയവുണ്ടാകുന്നതാണ്. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ധനുരാശിക്കാർക്ക് മെച്ചപ്പെട്ട ഫലങ്ങളും മകരരാശിക്കാർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളും വന്നെത്തും. ജന്മനക്ഷത്രാധിപനായ സൂര്യന് ശനി ബുധയോഗം വരുന്നു. അതിനാൽ കൂട്ടുകെട്ടുകൾ വർദ്ധിക്കും. പ്രവർത്തന മേഖല വിശാലമാകുന്നതാണ്. പ്രതികൂല ശക്തികളെ പ്രതിരോധിക്കുവാൻ കഴിയും. നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെ മാർഗനിർദ്ദേശം ലഭിക്കുന്നതാണ്. സഹപ്രവർത്തകർ വേണ്ടത്ര സഹകരിച്ചേക്കില്ല. സ്വാർജിത ധനം കൊണ്ട് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആലോചിക്കുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിച്ചു വേണം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ. വേണ്ടപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുകയാൽ ചില ശീലങ്ങൾ വെടിയുവാൻ തയ്യാറാകുന്നതാണ്. കുടുംബജീവിതത്തിൽ സാമാന്യമായ സംതൃപ്തി പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ചതുപോലെ ഇരുന്ന വില കൂടിയ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാനും കഴിയുന്ന മാസമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് വന്നു തീരിക്കുന്നത്.
അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ആദിത്യൻ ജന്മരാശിയിൽ നിന്നും മാറുന്നത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കും. കാര്യസാധ്യത്തിന് ഇനി അലച്ചിലുണ്ടാകില്ല. പ്രയത്നങ്ങളെല്ലാം അവഗണിക്കപ്പെടുകയുമില്ല. ബുധന്റെ രണ്ടാം ഭാവസ്ഥിതിയാൽ വിദ്യാവിജയം സൂചിതമാണ്. ബന്ധുക്കളുടെ നിർലോഭമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും വന്നുചേരും. വചനങ്ങൾ ശ്രോതാക്കളെ സന്തോഷിപ്പിക്കും. മൂന്നാം ഭാവത്തിലെ രാഹു ശുക്ര യോഗം സഹോദരി സഹോദരരുടെ അഭ്യുദയത്തെ വ്യക്തമാക്കുന്നു. അഞ്ചാം ഭാവത്തിലെ വ്യാഴസ്ഥിതി മക്കളുടെ ശ്രേയസ്സിന് കാരണമാകും. സൽക്കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. ആറിൽ കുജൻ തുടരുന്നത് ശത്രുവിജയത്തിന് കളമൊരുങ്ങുന്നതാണ്. ഭൂമി വ്യാപാരത്തിൽ കരുതിയിലധികം ലാഭം വന്നു ചേരും. നവീനമായ ഉദ്യമങ്ങൾ ആദായകരമാകുന്നതാണ്. ആലോചനാ ശൂന്യതയാൽ കാര്യതടസ്സം, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച ജാഗ്രതയും വേണ്ടതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. അനുകൂല പ്രതികൂലതകൾ ഒരുപോലെ അനുഭവത്തിൽ വരുന്ന കാലമാണ്. സ്വന്തം തൊഴിൽ സ്ഥാപനത്തിൽ മറ്റൊരു ശാഖ തുറക്കുവാനുള്ള ശ്രമം വിജയിക്കുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ചുമതലകൾ വർദ്ധിക്കുന്ന മാസമാണ്. എന്നാൽ പദവിയിൽ ഒരു രീതിയിലുമുള്ള ഉയർച്ച ഉണ്ടാകണമെന്നില്ല. താൽക്കാലികമായ സാമ്പത്തിക ലാഭം വന്നു ചേരും. വാടക വീട് മാറേണ്ട സാഹചര്യം ഉയരുന്നതാണ്. പരോക്ഷ ശത്രുക്കളുടെ പ്രവർത്തനം വിഷമിപ്പിക്കുന്നതാണ്. ഓൺലൈൻ വിനോദങ്ങളിലൂടെ ധനനഷ്ടം വരുവാനിടയുണ്ട്. ആ കാര്യത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. കുടുംബജീവിതത്തിലെ അസംതൃപ്തികളെല്ലാം മനോനിലയെ ബാധിക്കുന്നതാണ്. സാമ്പത്തികമായി അത്ര മോശം സമയമാണെന്ന് പറയുവാൻ കഴിയില്ല. പണം തരാനുള്ള ആളുകളിൽ നിന്നും കുറച്ചൊക്കെ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ജന്മരാശിയിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന കാലം അനുകൂലമല്ലെന്നത് നിങ്ങൾ ഓർക്കേണ്ടതാണ്. സാഹസങ്ങളായ കാര്യങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കേണ്ടതാണ്. പ്രധാന കാര്യങ്ങൾ വളരെ ആലോചിച്ചു വേണം തീരുമാനിക്കുവാൻ. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചികിത്സ മാറ്റം വഴി വലിയ ഗുണം ചെയ്തേക്കില്ല. നിർബന്ധശീലം ശത്രുക്കളെ സമ്മാനിക്കും. എന്നാൽ വരുമാനത്തിൽ കുറവുണ്ടാകില്ല. സാമ്പത്തികമായ തൽസ്ഥിതി തുടരുന്ന മാസം കൂടിയാണ്. ന്യായമായ ചെലവുകൾ ഒരു രീതിയിലും മുടങ്ങിയേക്കില്ല. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ശക്തി നിങ്ങൾക്ക് പകരുന്നതാണ്. മുതിർന്ന ആളുകളുടെ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാകേണ്ട കാലം കൂടിയാണ്. ചെറുപ്പക്കാരായ ആളുകൾക്ക് പുതിയ ജോലി ലഭിക്കുന്നത് ദൂര സ്ഥലത്താകും. തന്മൂലം നിങ്ങളുടെ ജോലി ഉപേക്ഷിക്കണോ തുടരണോ എന്ന ഒരു കഴിയാത്ത സ്ഥിതി ഉണ്ടാകുന്നതാണ്. ക്ഷമാശീലമാണ് ഏറ്റവും വലിയ വിജയമന്ത്രമെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. ജന്മനക്ഷത്രത്തിൽ ശനി സഞ്ചരിക്കുന്നു. സൂര്യനും രാഹുവും മുൻപിൻ നക്ഷത്രങ്ങളിലുണ്ട്. ആകയാൽ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതാണ്. ചെറിയ കാര്യങ്ങൾ പോലും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ട മാസമാണ്. സ്വനിക്ഷേപങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിനുള്ള അവസരം ലഭിക്കും. കുടുംബം താങ്ങും തണലുമായി ഒപ്പമുള്ളത് ആശ്വാസമേകുന്നതാണ്. സ്വയം സംരംഭകരായ ആളുകൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അർഹതയുണ്ടായിട്ടും പ്രമോഷൻ കൈവരാത്തതിൽ വളരെയധികം വിഷമം വന്നു ചേരും. ജനകീയ പിന്തുണയ്ക്കുള്ള ശ്രമം ആരംഭിക്കുന്നതാണ്. സമാന മനസ്കരുടെ യോഗം വിളിക്കുവാൻ മുന്നോട്ടിറങ്ങുന്നതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. രാഹുവും ശുക്രനും ജന്മ നക്ഷത്രത്തിൽ തുടരുന്ന കാലമാണ്. പിരിമുറുക്കവും അവയ്ക്ക് അയവും മാറി മാറി അനുഭവത്തിൽ വരും. ചിലപ്പോൾ സ്വന്തം കാര്യത്തിൽ രഹസ്യാത്മകത പുലർത്തേണ്ടതാണ്. 12-ലെ സൂര്യൻ പതിവിലും കൂടുതൽ യാത്രകൾക്ക് കാരണമാകും. തന്മൂലം ദേഹക്ലേശം അനുഭവത്തിൽ വരുന്നതാണ്. സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട അനുമതി പത്രങ്ങൾ കൈവരുവാൻ വളരെയധികം കാലതാമസം വരുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാലമാണ്. ജന്മശുക്രന്റെ സാന്നിധ്യത്തിൽ തടസ്സങ്ങളെയെല്ലാം അവഗണിച്ച് പ്രണയത്തിൽ ഉറച്ചു നിൽക്കുവാൻ സാധിക്കും. വില കൂടിയ ആഭരണങ്ങൾ വാങ്ങുവാനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ നിലപാടുകൾ വിഷമിപ്പിക്കുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥിക്ക് പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞും കൂടിയുമിരിക്കും. സഹോദര ഗുണം എല്ലാ രീതിയിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. സ്വയം നവീകരിക്കുവാൻ സന്നദ്ധതയുണ്ടാകും. ശുക്രൻ ജന്മരാശിയിൽ ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഭൗതിക സാഹചര്യങ്ങൾ സാമാന്യമായി മെച്ചപ്പെടുന്നതാണ്. ശനിയും സൂര്യനും വ്യയഭാവത്തിൽ തുടരുന്നത് ചില അനിഷ്ടങ്ങളെയും അഭിമുഖീകരിക്കേണ്ട സ്ഥിതി വന്നുചേരും. വേണ്ടപ്പെട്ടവർ തെറ്റിദ്ധരിക്കപ്പെടാം. സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു കാരണമാകും. സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങൾ ആഗ്രഹിക്കാതെ തന്നെ വ്യവഹാരങ്ങളിലേക്ക് തള്ളിവിട്ടേക്കാം.
അക്കാര്യത്തിൽ ജാഗ്രത ഉണ്ടാവേണ്ടതാണ്. ഔദ്യോഗിക മേഖലയിൽ സ്ഥലം മാറ്റം അതുമല്ലെങ്കിൽ പദവി മാറ്റം വരുവാൻ ഇടയുണ്ട്. സാമ്പത്തികമായ കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുവാൻ മറക്കരുത്. കുടുംബത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് പ്രവർത്തിക്കുന്നത് വളരെയധികം ഗുണകരമാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വര നാമത്താൽ വന്നു ചേരട്ടെ.